ഹലോ, നമസ്കാരം കേട്ടാ. എല്ലാവർക്കും സുഖല്ലേ? കാനഡയിൽ പഠിക്കാൻ വന്നിട്ട് ഒരു വരത്തനായിട്ട് പഠിക്കാൻ വന്നു. അങ്ങനെ പഠിക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ ഒരു കനേഡിയൻ സായിപ്പ് ഒരു നല്ല പണി കൊടുത്തു. അദ്ദേഹത്തിന്റെ പ്രൊഫസറായിരുന്നു, മാഷായിരുന്നു. പുള്ളി വന്ന് യൂണിവേഴ്സിറ്റിയിലാ, കോളേജിലും കൂടിയല്ല. അവിടെ മാഷ് പണി കൊടുത്തു. മാഷ് കിട്ട് തിരിച്ച് 8ന്റെ പണി കൊടുത്തു. നല്ല നിയമയുദ്ധം നടത്തി, അടിപൊളിയായിട്ട് കാര്യങ്ങൾ നടത്തി. എനിക്ക് അവന് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, കൂടെ നിന്ന ഒരു 10-20 പേര് കാല് വാരി പോയിട്ട് രണ്ട് ആൾക്കാര് കട്ടയ്ക്ക് നിന്നിട്ട് സാധനം നേടിയെടുത്തു എന്നുള്ളതാണ്. ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. 2018 ഈ മഹാൻ നാട്ടിലത്തെ ഒരു നല്ല അടിപൊളി, നമ്മളേക്കും അറിയപ്പെടുന്ന ഒരു മദ്യത്തിന്റെ ഡിസ്റ്റിലറിയിലത്തെ ഒരു പ്രൊഡക്ഷൻ മാനേജറായ ഇയാൾക്ക് തോന്നാണ് കാനഡയ്ക്ക് ഒന്ന് പോവാം. അങ്ങനെ ആളെ ഏജൻസിയിൽ പോയി. ഏജൻസിക്കാർ പിന്നെ പറയല്ലോ, PR നോക്ക് വേണ്ട, സ്റ്റുഡന്റ് വിസയിൽ പൊക്കോന്ന് പറഞ്ഞു. 10-31 വയസ്സായി ചക്കൻ നേരെ അവിടെ നിന്ന് സ്റ്റുഡന്റ് വിസയിൽ പോരാണ്. അങ്ങനെ അവിടെ നിന്ന് സ്റ്റുഡന്റ് വിസയിൽ വന്നു. അപ്പോൾ നല്ല ബ്രൈറ്റാ പഠിക്കാൻ, ബിടെക്കിന് ടോപ്പ് സ്കോറാ. അതിന്റെ പേരിൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. നമ്മുടെ വിൻസറിലുള്ള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ ആ കോഴ്സ് പഠിക്കാൻ വേണ്ടി വന്നു. ഓരോ സെമ്മിലും ഓരോ കോഴ്സ് എടുത്ത്, ആദ്യത്തെ സെമ്മില് കുറച്ച് കോഴ്സൊക്കെ എടുത്ത് അടുത്തേക്ക് കടക്കുമ്പോൾ അപ്പോൾ ഇവർക്ക് ഈ സെമ്മുകളുടെ ഇടയിൽ നടക്കുന്ന യൂണിറ്റ് ടെസ്റ്റുകളെ മിഡ് ടേം എന്ന് പറയാം. നമ്മുടെ നാട്ടിലുണ്ടല്ലോ മിഡ് ടേം. അങ്ങനെ ആ ഒരു എക്സാം വന്നു. അതൊക്കെ കഴിഞ്ഞിങ്ങനെ പോണു. അപ്പോൾ ഒരു സെമ്മ് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു വിഷയത്തിൽ ആള് തോറ്റുപോയി. 70 മാർക്ക് വേണ്ടവർക്ക് വെറും 69 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ പഠിപ്പിക്കുന്ന ഓരോ കോളേജിലും ഓരോ കോഴ്സ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ആ മാഷന്മാരോ ടീച്ചർമാരോ ആണ് ഞങ്ങളുടെ കുട്ടികളെ എങ്ങനെ ഏതെല്ലാം പ്ലാനിലാണ് ഇവർക്കുള്ള ഫൈനൽ മാർക്ക് കൊടുക്കണേ. അത് അസൈൻമെന്റ് ഇത്ര പെർസെൻറ്റേജ്, പിന്നെ ഈ പറഞ്ഞ ഇന്റർമീഡിയറ്റ് നമ്മുടെ മിഡ് ടേമിന് ഇത്ര മാർക്ക്, ഇത്ര പെർസെൻറ്റേജ്, അങ്ങനെ കണക്ക് കൂട്ടുന്നത് ഓരോ ഇതിനും. അല്ലാണ്ട് അതിന് കോമൺ ആയിട്ടൊരു സംഭവമൊന്നുമില്ല. ഞാൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സാധനം പക്ഷെ നമുക്ക് കോഴ്സ് തുടങ്ങുന്ന സമയത്ത് തന്നെ കോഴ്സ് പ്ലാൻ എന്നോട്ട് സാധനം നമുക്ക് കിട്ടും. ഇവിടെ പഠിച്ച പിള്ളേർക്ക് അറിയാതെ അത് പ്രകാരം കണക്ക് കൂട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ പയ്യൻസിന് 73 മാർക്ക് മിനിമം കിട്ടണം. അപ്പോൾ ഇവര് പോയിട്ട് മാഷോട് സംസാരിച്ചു. അപ്പോൾ ബാക്കിയുള്ള പിള്ളേരൊക്കെയും ഇവനെ പഠിക്കുന്ന പിള്ളേര് 10-20 പിള്ളേരുണ്ട് കൂടെ. ഇവരെല്ലാം പൊട്ടിയേക്ക, ആരും മിണ്ടണില്ല. ഇവൻ പോയിട്ട് ചോദിച്ചു ഇതെന്ത് സംഭവം, ഇതിനനുസരിച്ച് ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഇതിന്റെ പ്ലാൻ ഒന്ന് മാറ്റി, ഞാൻ വേറൊരു സ്റ്റാറ്റിസ്റ്റിക്സിലെ വേറൊരു ഗ്രാഫ് പ്രകാരമാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ തോറ്റുപോയത് എന്ന് പറഞ്ഞു. വീണ്ടും അത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ ഇവൻ കൂടെയുള്ള ആൾക്കാരോട് പറഞ്ഞു, ഇയാള് കോഴ്സ് പ്ലാൻ പ്രകാരം ഇതല്ല നമുക്കുള്ളത്, അത് പ്രകാരം നമ്മളൊക്കെയും ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇയാള് വേറെ എന്തോ ഒരു കുന്തളിപ്പിന്റെ പേരിൽ ചെയ്തുള്ള പണിയാ. ഇയാളുടെ പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു ഓട്ടോമോട്ടീവ്, വിൻസറിൽ അറിയാം, ഒരുപാട് ഓട്ടോമോട്ടീവ് ലൈൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ വലിയൊരു കമ്പനിയുടെ എന്താ പറയാ പ്രൊഡക്ഷനിൽ ടോപ്പിൽ നിൽക്കുന്ന ആളാണ്. ഒപ്പം തന്നെ ആ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പ്ലസ് ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പാർട്ട് ടൈം ആയിട്ട് പഠിപ്പിക്കും കൂടി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇത്രയും പൊസിഷൻസ് ഉണ്ട് ഇയാൾ. അപ്പൊ നിസ്സാരക്കാരനല്ല, നല്ല ഒരു ബുദ്ധിരാക്ഷസനാണ് ഈ മുതല്. അപ്പോ ഈ ബുദ്ധിരാക്ഷസൻ ഇത്രയും ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ഒതുങ്ങി. നമ്മുടെ നാട്ടിൽ പറയില്ലേ, സായിപ്പിനെ കാണുമ്പോ കവാത്ത് മടക്കാന്ന് പറയില്ല, ആ പരിപാടി. പക്ഷെ ഇവൻ വിട്ടില്ല. ഇവൻ വിചാരിച്ചേ ഇതില്ലെങ്കിൽ ഇല്ലാന്നല്ലോ, തിരിച്ച് നാട്ടിൽ പോയിട്ട് എന്ത് പണി ചെയ്തിട്ട് ജീവിച്ചോളാം, ഇയാൾക്ക് ഇത് ശരിയാവില്ല, എന്റെ ഭാഗത്ത് നീതി ന്യായം എന്നുള്ള സാധനം ഉണ്ട് എന്ന് പറഞ്ഞു. സോ അവൻ പോയിട്ട് നേരെ കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ അവന്റെ കൂടെ അവന്റെ ഒരു കൂട്ടുകാരനോട് കൂടിയിട്ടാ അങ്ങനെ 2 പേരും കൂടി പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ $20 കൊടുത്തിട്ട് വേണം നമ്മൾ കംപ്ലൈന്റ് ചെയ്യാനായിട്ട്. അപ്പൊ ആ കംപ്ലൈന്റ് കൊടുത്ത് അതിന് ആ കോർട്ടിലേക്ക് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാല് കേസ് ജയിക്കണമെങ്കിൽ പൈസ തിരിച്ചു തരും, അല്ലെങ്കിൽ കാശ് പോവും. ഇതിന് കണക്ക്. അപ്പോ ആ നമ്മളല്ല, ആ പയ്യൻസ് പോയിട്ട് കംപ്ലൈന്റ് ചെയ്തു. അപ്പൊ അതിന് മുമ്പേ പോയിട്ട് മാഷോട് പറഞ്ഞു, ഞങ്ങൾ ഇത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ലീഗലായിട്ട് പോകുന്നു പറഞ്ഞു. അയാൾ പറഞ്ഞു, നീ പോടാ, എന്റെ രാജ്യത്തോണ്ട് എനിക്കിട്ട് പണിയണ പോടാണെന്ന് പറഞ്ഞു. നൈസായിട്ട് പോയിട്ട് കംപ്ലൈന്റ് ചെയ്തു. ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു, രണ്ടാമത്തെ സെക്ഷനും ഇങ്ങനെ പോവത് ഓരോ സെക്ഷനായിട്ട് 4 മാസം പിടിക്കും ഓൾമോസ്റ്റ് പ്രോസസ്സ് മുഴുവൻ കഴിഞ്ഞ് വരാനായിട്ട്. അപ്പോഴേക്കും അടുത്ത സെമ്മിന്റെ എക്സാമിന്റെ പകുതിക്ക് എത്തും നമ്മള്. അങ്ങനെ പുള്ളി ഇതിങ്ങനെ പോയി. ഒരു ദിവസം കോളേജിലെ ഡീൻ, യൂണിവേഴ്സിറ്റിയുടെ ഡീൻ മെയിൻ ആളെ വിളിച്ചു. ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തു, എന്തൊക്കെയാണ് സംഭവിച്ചത്, എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞുള്ളത്. കംപ്ലീറ്റ് കാര്യങ്ങള്
പുള്ളി പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു, ഞങ്ങൾ നോക്കട്ടെ, അന്വേഷിക്കട്ടെ, ധൈര്യമായിട്ടിരിക്കുക, നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഞങ്ങൾ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 ആഴ്ചക്ക് നാട്ടിലേക്ക് പോയി, ഒരു വെക്കേഷന് പോയതാ. അപ്പോൾ തിരിച്ചവൻ വരുമ്പോൾ അവന് US വിസയ്ക്ക് ഉണ്ട്. തിരിച്ച് US ബോസ്റ്റൺ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് നെറ്റ് കണക്ട് ചെയ്ത് ഇമെയിൽ നോക്കിയപ്പോൾ ഇമെയിൽ വന്ന ആൾക്ക്, അതായത് നിങ്ങൾ നിയമയുദ്ധത്തിൽ നിങ്ങൾ ജയിച്ചു, നിങ്ങൾക്ക് $10 റീഫണ്ട് ചെയ്യും, പിന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകളൊക്കെ റിവൈസ് ചെയ്തിട്ട് അടുത്തത് വരുന്നു പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇമെയിൽ വന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇവിടെ വന്നു. കോളേജ് വന്നപ്പോഴേക്കും കോളേജ് 2 ദിവസം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ആ അലമ്പുണ്ടാക്കിയ മാഷുണ്ടല്ലോ, മാഷിന്റെ വക അപ്പോളജൈസ് ചെയ്തുകൊണ്ട് ഈ കണ്ട പിള്ളേർക്ക് കംപ്ലീറ്റ് ഇമെയിൽ, അതൊരു തെറ്റ് പറ്റിയതാണ്, ഞാൻ തിരുത്തിക്കോളാം, നിങ്ങളുടെക്കും ഇത് റിവൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവരൊക്കെയും ഈ പിള്ളേർ കംപ്ലീറ്റ് പിള്ളേർ പാസ്സായി. 14 മാർക്ക് വരെ കൂടുതൽ കിട്ടിയ ആൾക്കാരുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരാൾക്ക്, ഇത് ഒരു 10-20 പേർക്ക് വേണ്ടിയിട്ട് 2 പേര് ഇറങ്ങി നിയമയുദ്ധം നടത്തിയിട്ട് കൂളായിട്ട് ഈ കാര്യം നടത്തി. തീർന്നില്ല. ഈ മാഷെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നൈസായിട്ട് അവിടെ നിന്ന് അണ്ണനെ പൊടി തട്ടി പറഞ്ഞേച്ച് അതുകൊണ്ട് പുള്ളി ഒപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ. ഇവൻ ഈ വീഡിയോ എന്തിനാ ചെയ്യണമെന്ന് വെച്ചെങ്കില്, അവൻ പറഞ്ഞു, ചേട്ടാ ഇപ്പോ നമ്മുടെ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കുറവൊക്കെ ഉണ്ട്, പക്ഷെ ഇത് വീണ്ടും തുറക്കും, അടുത്ത കൊല്ലം ആകുമ്പോൾ വീണ്ടും അപ്പാവും. ഇവിടെ നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് ഞാനും അങ്ങനെ വന്നാണല്ലോ, നമ്മൾ കള്ളു കുടിക്കാനും ബാക്കിയുള്ള എല്ലാ കറങ്ങാൻ പോവാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കാണിക്കണ ഒത്തൊരുമയുണ്ടല്ലോ, ഈ ഒരു സാധനം ഒരു അലമ്പുണ്ടാകുമ്പോൾ കാണിക്കണം. എന്താ കാര്യം എന്ന് വെച്ചെങ്കില്, ഞങ്ങളുടെ ബാച്ചിൽ 10, 25, 30 പിള്ളേരുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 20 കുട്ടികളോളം തോക്കും ചെയ്ത്. ഞാൻ എല്ലാവരും 1 by 1 ആയിട്ട് വിളിച്ചു. അതായത് ഫസ്റ്റ് ഞാൻ പോയിട്ട് കംപ്ലൈന്റ് ഫയൽ ചെയ്തു, പിന്നെ റിട്ടേൺ ഫയൽ അടുത്ത സ്റ്റുഡന്റ് കൗൺസിൽ അവിടേക്ക് കൊടുക്കണ സമയത്ത് ഇവരെല്ലാം കൂടി ഒപ്പിട്ട് കഴിഞ്ഞതിന് ഭയങ്കര പവറാ. ഞാൻ കാല് പിടിച്ച് ഞാൻ വിളിച്ച് സംസാരിച്ചു. എല്ലാവരും ബ്രോ ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, ഞാൻ ഒഷാവയിലാണ്, ഞാൻ ഒട്ടാവയിലാണ്, ഞാൻ അവിടെ വർക്കിലാണെന്ന് പറഞ്ഞിട്ട് മാക്സിമം എന്നെ അവോയ്ഡ് ചെയ്തു എന്ന് മാത്രമല്ല, സെക്കൻഡ് ടൈം ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ ഇവരാരും ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അപ്പോ നമ്മുടെ പിള്ളേര് നമുക്കൊരു ആവശ്യം വരുമ്പോൾ കൂടെ നിൽക്കണ്ടേ, അല്ലാണ്ട് സായപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണ പണി ഇവിടെ വന്നതിന് ചെയ്യായിരിക്കും. പൊതുവെ നമ്മുടെ പിള്ളേര് നോർമൽ ലെവലില് വെള്ളക്കാരും ഇതിന് പറഞ്ഞാൽ അടുക്കി പിടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ മിണ്ടാണ്ട് പോരും. വളരെ സോഫ്റ്റ് ആണ് നമ്മുടെ പിള്ളേര്. അപ്പോൾ എന്നാലോ അനാവശ്യമായിട്ട് കാണിക്കുന്നിടത്ത് മുഴുവൻ പോയിട്ട് ഉള്ള അറമ്പറപ്പുഴും കാണിക്കുകയും ചെയ്യും. അപ്പൊ അത് കാരണം കൊണ്ട് ഇത് കാര്യം ഒന്ന് ബായി പറയണം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, ഞാൻ ഈ ഒരു പണിക്ക് ഇറങ്ങിയപ്പോൾ എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഫോൺ കോൾ പോലും ആരും എടുത്തില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർ ചിന്തിക്കണത് ഇഷ്യൂ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ മാഷ് വീണ്ടും അടുത്ത പാര വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്ജക്റ്റ് കിടന്ന് വെള്ളത്തിലാവില്ലേ, ആ ഒരു ടെൻഷനിലാണ് ഇവരിത് ചെയ്തേ. പക്ഷെ നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട്. അവർ എഴുതി തന്ന പേപ്പർ നമ്മുടെ കയ്യിലുണ്ട്, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കി നമുക്ക് അറിയാം. ഈ സാധനം ഒന്ന് നടത്തി തരാൻ നമ്മൾ പറയാനുള്ളൂ, വേറെ അനാവശ്യമൊന്നും കാണിക്കുന്നില്ലല്ലോ. എത്ര പറഞ്ഞിട്ടും ആരുമില്ല. പിന്നെ മാർക്ക് റിവൈസ് ചെയ്ത് ഇമെയിൽ വന്ന് പിന്നെ മാർക്ക് റിവൈസ് ചെയ്ത് കിട്ടി കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ആളിയാ നീ ഉള്ളതുകൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടാന്ന് പറഞ്ഞു. ഇവൻ അപ്പൊ തന്നെ അമ്പരപ്പ് കൊടുക്കേണ്ട മാതിരി നല്ല രീതിയിൽ കൊടുത്തു. കാരണം ഇവൻ പറഞ്ഞു, കൂടെ നിൽക്കേണ്ട സമയത്ത് നീക്കെ ഒപ്പിച്ച പണിന്ന് എനിക്കറിയാം, എന്തായാലും നമ്മൾ കാരണം നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ല, കൊണ്ടു തിന്നോ. പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ല നാട്ടിലാണ് വന്നേക്കണേ പഠിക്കാനായിട്ട്. നമ്മൾ ആ സമയത്തേക്കും എന്താ പറയാ നല്ല ബുദ്ധിമുട്ടിലേക്കാണ് എല്ലാവരും, മെന്റലി നല്ല സ്ട്രെസ് അല്ലാണ്ട് ഒന്ന് കൂടെ നിൽക്കുക. ഈ കള്ളു കുടിക്കാനും പാർട്ടിക്ക് പോകാനും നയാഗര വെള്ളച്ചാട്ടം കാണാനും പോണ ആ ഒരു ആവേശം ഉണ്ടല്ലോ, ആ ഒരു ആവേശം ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴും കൂടെ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവന് വീണ്ടും പറഞ്ഞു, ഒരുപാട് പിള്ളേരുണ്ട് അങ്ങനെ നിൽക്കണവരുണ്ട്, ഞാൻ നിൽക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയണത്. ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഇവ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. കാനഡ വീണ്ടും ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ കുറച്ച് കഴിയുമ്പോൾ ഈ സ്റ്റുഡന്റ് വിസിയും ക്യാപ്പും കോപ്പൊക്കെ എടുത്ത് മാറ്റിവര് വീണ്ടും എന്താ പറയാ വാലും ഉറക്കും കുറെ പിള്ളേര് വരും. അപ്പോഴെങ്കിലും കുറച്ച് പക്വതയുള്ള ബോധം വെളിവുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഒന്ന് കട്ടയ്ക്ക് നിൽക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾക്ക് ഉണ്ടാവണം കേട്ടാ. അത് സ്റ്റുഡന്റ് വിസിന്റെ ആവണമെന്നില്ല, PR ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ. നമ്മുടെ ഒരു പ്രശ്നം വന്നു, നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരാളെ ഹെൽപ്പിന് വിളിക്കുമ്പോൾ അത് പോയി കഴിഞ്ഞാൽ എനിക്ക് വല്ല പണി കിട്ടുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നോക്കണം. പക്ഷെ എന്നിരുന്നാലും എന്താ പറയാ പേടിച്ചിട്ട് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് പക്ഷെ വേണ്ട മിണ്ടണ്ട പോവാന്ന് പറയില്ലേ,
ആ ഒരു ഇതിന് പിന്നെ സിറ്റുവേഷൻ നോക്കണം. ഇതൊരു നിയമയുദ്ധമാണ്, അല്ലാണ്ട് നമ്മൾ വഴിയെടുത്തല്ലാനല്ലോ പറയണേ. അപ്പൊ അങ്ങനത്തെ കാര്യത്തിലേക്കും കൂടെ നിൽക്കേണ്ടത് തന്നെ വേണം. നമ്മൾ വല്ല നാട്ടിലല്ലേ ഇതേപോലത്തേക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെച്ചെങ്കിൽ രണ്ടുപേര് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കിടപ്പുണ്ട്. അതിലേക്ക് നിങ്ങൾ ഒരു വോയിസ് ഇടുക, അല്ലെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പറയാം. കാരണം ഇതൊരു ഇൻസ്പിറേഷൻ അല്ലേ പിള്ളേർക്ക്, വരുന്ന പിള്ളേർക്ക്. അതിന് വേണ്ടിയിട്ടാണ്ടാ. അപ്പൊ നമുക്കെന്നാ വീണ്ടും കാണാം. എല്ലാം പറഞ്ഞ മാതിരി.